ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ മാസ്. മൈ ഡിയർ സ്വത്തുകുട്ടികളെ, പുനർജന്മത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പുനർജന്മം നല്ലതാണെങ്കിൽ കുഴപ്പമില്ല, അത് മോശമായാലോ? ഒരു മോശപ്പെട്ട വ്യക്തി പുനർജനിച്ചു വന്നാലോ എന്ത് സംഭവിക്കും? അതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. 2019 റിലീസ് ചെയ്ത ദ പ്രോഡിജി സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ദൂരെ ഒരു ഗ്രാമത്തിൽ കാടിനിടയിൽ ഒരു ഒഴിഞ്ഞ വീട്. അവിടെ ആൾ താമസമുണ്ടോന്ന് പോലും അറിയില്ല. പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നൊരു വീട്. പെട്ടെന്ന് ആ വീടിനകത്തുനിന്നും ഒരു സ്ത്രീയുടെ കൈ പുറത്തേക്ക് വരുന്ന കാണാം. ആ പെണ്ണ് കതകം തുറന്ന് പേടിച്ചോടാണ് കാടിനിടയിൽ കൂടെ. ഓടി ഓടി അവള് ഒരു കാറിന്റെ മുന്നിൽ ചെന്ന് വീഴും. ഭാഗ്യത്തിന് ആ കാർ അവൾ ഇടിച്ചിട്ടില്ല. ഒരു വയസ്സായ അമ്മച്ചിയാണ് ആ കാർ ഓടിച്ചു വന്നത്. ഈ പെണ്ണ് പേടിച്ചരണ്ട് ആ കാറിന്റെ ഒരു മൂലയ്ക്ക് മറഞ്ഞിരിക്കുകയാണ്. അമ്മച്ചി നോക്കുമ്പോ ആ പെണ്ണ് കരഞ്ഞിട്ട് പറയാ, അവൻ എന്റെ കൈകൾ വെട്ടിയെടുത്തു, അവൻ എന്റെ കൈകൾ വെട്ടിയെടുത്തു. ഇതേ സമയത്ത് മറ്റൊരു നഗരത്തിൽ ഒരു ഭാര്യയും ഭർത്താവും. ഭാര്യ ഗർഭിണിയാണ്, ഇപ്പൊ പ്രസവിക്കും എന്ന അവസ്ഥയില് കുഞ്ഞ് പുറത്തേക്ക് വരാൻ ധൃതി വെട്ട് നിൽക്കാണ്. അമ്മ എത്രയും പെട്ടെന്ന് നമുക്ക് ആശുപത്രിയിലേക്ക് പോകണമെന്ന് പറയും ഭർത്താവിനോട്. അങ്ങനെ അവർ ആശുപത്രിയിലേക്ക് എത്തുന്നു. ഇനി അടുത്ത പ്രസവം. അവിടെ അങ്ങനെ ഡെലിവറി നടക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ കണ്ടില്ലൊരു വീട്, പഴകിയ വീട്. ആ വീടിനകത്ത മനുഷ്യൻ തന്റെ വീട്ടിലേക്ക് ആരൊക്കെയോ വന്നിരിക്കുന്നത് സിഗ്നൽ മുഖാന്തരം മനസ്സിലാക്കും. ഇയാൾ ഓടിച്ചെന്ന് ആ പെണ്ണിനെ കെട്ടിവെച്ചിരുന്ന ഭാഗം, ആ ഭാഗത്ത് നോക്കാണ്. അവിടെ ആ പെണ്ണില്ല, അവള് രക്ഷപ്പെട്ടു എന്ന് അയാൾക്ക് മനസ്സിലായി. വാ പൊളിച്ച് അയാൾ ഒച്ച വെക്കും. എന്നിട്ട് വസ്ത്രമെല്ലാം അഴിച്ച് വീടിന് വെളിയിലേക്ക് ഓടി വരുമ്പോ വീടിന് ചുറ്റും പോലീസുകാർ. അവരയാളെ കീഴടങ്ങാൻ പറയാണ്, അനങ്ങിപ്പോകരുത്, അവിടെ തന്നെ നിൽക്കൂ. പക്ഷെ ഇയാള് മറച്ചു വെച്ചിരുന്ന എന്തോ ഒന്ന് പുറകേന്ന് മുന്നിലേക്കെടുത്ത് നീട്ടും. അതൊരു പക്ഷെ തോക്കാണെങ്കിലോ? അനങ്ങണ്ടാന്ന് പറഞ്ഞല്ലേ പോലീസ്. അനങ്ങിയതുകൊണ്ട് തന്നെ ഇനി തോക്കെങ്ങാനും അയാൾ എടുത്തതാണോ എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ ചുറ്റുമൊന്നും വെടിവെച്ച് അയാളെ കൊന്നുകളയും. നോക്കുമ്പോ സംഭവം തോക്കല്ല, അയാൾ ആ പെണ്ണിന്റെ ശരീരത്തു നിന്നും വെട്ടിയെടുത്ത ആ പെണ്ണിന്റെ ഒരു കൈയാണ്. ഇതേ സമയത്താണ് നമ്മുടെ അമ്മച്ചിക്ക് ഒരു ആൺകുട്ടി ജനിക്കുന്നത്. ആ കുഞ്ഞിന്റെ 2 കണ്ണുകൾക്കും 2 വ്യത്യസ്ത നിറമാണ്. അതിന് ജനറ്റിക് ട്രെയ്റ്റ് എന്നാണ് പറയുന്നത്. കുഴപ്പമൊന്നുമില്ല, അത് നോർമലാണെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു എന്നമ്മ പറയും. അതേപോലെ ഇഞ്ചക്ഷൻ കുത്തിവെക്കുമ്പോഴും കുഞ്ഞ് കരയുന്നൊന്നുമില്ല. അതും ചില കുട്ടികളിൽ കാണാവുന്നതാണ്, നോർമലാണെന്നാണ് ഡോക്ടർ പറയുക. അങ്ങനെ ഈ കുഞ്ഞിൽ ഒരുപാട് വ്യത്യസ്തമായ കഴിവുകളുണ്ട്. 1 വയസ്സാകുന്നതിന് മുന്നേ തന്നെ കുഞ്ഞ് സംസാരിക്കാനും തുടങ്ങും. ഒരുപാട് കഴിവുകളുള്ള കുഞ്ഞാണ്. നേരത്തെ ബ്രെയിൻ വളർച്ച ഉണ്ടായിട്ടുള്ള കുഞ്ഞാണെന്നാണ് ഡോക്ടർമാര് പറയുക. ചില കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ ഹൈ ഐക്യു ഉണ്ടാവില്ലേ, അതുപോലത്തെ കുട്ടിയാണെന്നാണ് അവർ പറയുക. പക്ഷെ ഈ പയ്യന് ഇത്രയും കഴിവുകളുണ്ടെങ്കിലും മറ്റു കുട്ടികളുടെ കൂടെ സഹജമായിട്ട് ഇടപഴകാൻ പറ്റുന്നില്ല. മാത്രമല്ല അവനിൽ ചില ക്രൂരമായ പ്രവൃത്തികളുണ്ട്. അത് അച്ഛനും അമ്മയും അറിയുന്നില്ല. ഇപ്പോ മോന് 8 വയസ്സായി. അമ്മ തന്റെ മകൻ ഒരുപാട് കഴിവുള്ളവനാണെന്നാണ് വിചാരിക്കുക. അവനെ പ്രത്യേകം സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. ഇവര് രണ്ടുപേരും ഇടയ്ക്കൊരു ഗെയിം കളിക്കാറുണ്ട്. കണ്ണടച്ച് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ആരാണ് ആദ്യം ബ്ലിങ്ക് ചെയ്യുക, അയാൾ തോറ്റുപോയി. എപ്പോഴും അമ്മയാണ് തോക്കുക, മോൻ ജയിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു ദിവസം അച്ഛനും അമ്മയും പഴയ ഓർമ്മകൾ പുതുക്കാൻ വേണ്ടി, അവർ ഡേറ്റ് ചെയ്ത് നടന്ന സമയത്തെ ഓർമ്മകൾ പുതുക്കാൻ വേണ്ടി വർഷത്തിലൊരു ദിവസം അവർ തനിച്ച് പോകാറുണ്ട്. കാമുകി കാമുകന്മാരെ പോലെ പുഴയോരത്ത് ചെന്നിരുന്ന് സംസാരിക്കും. അന്ന് അവരുടെ ഡേ ആണ്. മോനെ വീട്ടിൽ ആരുടെയെങ്കിലും കൂടെ ആക്കിയിട്ടാണ് അവർ പുറത്തു പോവുക. ഇന്നൊരു കെയർ ടേക്കർ ഉണ്ട് മോനെ നോക്കാൻ. കുറച്ചു നേരം TV ഉണ്ട് ബോറടിക്കുമ്പോൾ അവൻ ചോദിക്കും, നമുക്കിന്ന് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാമെന്ന്. എന്നാ ശരി കളിക്കാന്ന് പറഞ്ഞിട്ട് ആ ആന്റി കണ്ണടച്ച് 1 2 3 എണ്ണാൻ തുടങ്ങുന്നു. 10 വരെ എണ്ണീട്ട് കണ്ണ് തുറന്നു നോക്കുമ്പോൾ ഈ ചെറുക്കൻ അനങ്ങിയിട്ടില്ല. അവിടെ തന്നെ നിന്ന് ഈ ആന്റിയെ നോക്കാം. അവരാദ്യം ഒന്ന് പേടിക്കും, പിന്നെ ചെറിയ പയ്യനല്ലേ, അറിയാതെ നിൽക്കുന്നതായിരിക്കും. ഞാൻ എണ്ണുമ്പോൾ മോൻ ചെന്ന് ഒളിക്കല്ലേ വേണ്ടത്, ഇവിടെ തന്നെ നിൽക്കുകയാണോ, ഞാൻ ഒന്നുകൂടെ എണ്ണാന്ന് പറഞ്ഞിട്ട് ആ ആന്റി വീണ്ടും എണ്ണുന്നു. ഇവൻ ഓടിപ്പോയി ഒരു ഭാഗത്ത് മറഞ്ഞിരിക്കും. അപ്പൊ എന്തോ ഒരു മാറ്റം അവന്റെ ശരീരത്ത്, എന്തോ ഒരു മാറ്റം സംഭവിക്കുന്നതായിട്ട് കാണാം. തലയൊക്കെ വലുതാകുന്ന പോലെ. ആന്റി കണ്ണു തുറന്ന്, മോനെ നീ എവിടെയാ, ഞാൻ നിന്നെ കണ്ടുപിടിക്കാൻ വരികയാണ് എന്ന് പറഞ്ഞ് വീടിന് ചുറ്റും നടന്നു നോക്കും. എവിടെയും ആ പയ്യനെ കാണാനില്ല. അപ്പോഴാണ് ബേസ്മെന്റിന്റെ ഡോറ് തുറന്നടക്കുന്നവർ കാണും. മൈൽസ്, നീ ബേസ്മെന്റിലാണോ ഒളിച്ചിരിക്കുന്നത്, ഞാൻ അങ്ങോട്ട് വരികയാണ് എന്ന് പറഞ്ഞ് ആന്റി മെല്ലെ സ്റ്റെപ്പിലൂടെ താഴത്തേക്ക് നടന്നു വരുമ്പോ അവരുടെ കാല് കുത്തിക്കയറാൻ പാകത്തിന് കുപ്പിച്ചില്ലാരോ സ്റ്റെപ്പി വെതറിയിട്ടുണ്ട്. അത് കാലി കുത്തിക്കേറി കാലൊടിഞ്ഞവര് ഒരു മൂലയ്ക്ക് തെറിച്ച് വീഴാണ്. അധികം വൈകാതെ അച്ഛനും അമ്മയും വീട്ടിലേക്ക് തിരിച്ചെത്തി. ആന്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെന്നാ തോന്നണേ. അമ്മ മോനോട് ചോദിക്കും, മോനെ എന്താ സംഭവിച്ചത്, നിനക്ക് എന്താണ് ഓർമ്മയുള്ളത്, സത്യം പറയാം. അപ്പൊ മോൻ പറയും, എനിക്കൊന്നും ഓർമ്മയില്ല അമ്മ, എല്ലായിടത്തും രക്തം മാത്രം. ആന്റിക്ക് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, എനിക്ക് ഓർമ്മയില്ല. അമ്മ മോനെ സമാധാനിപ്പിക്കും. കുഴപ്പമില്ല മോൻ, പേടിക്കണ്ട, അതൊരു അപകടം മാത്രമാണ്, ഇറ്റ് വാസ് ആൻ ആക്സിഡന്റ്, പേടിക്കാതെ. അന്ന് രാത്രി മോൻ എന്തൊക്കെയോ പിറുപിറുക്കുന്ന ശബ്ദം കേട്ട് എഴുന്നേക്കും. ഇവർക്കൊരു പട്ടിയുണ്ട്. ആ പട്ടിയും പേടിച്ചൊരു മൂലയ്ക്ക് മാറിയിരിക്കുന്നു. എന്താ പറ്റിയ തലലുയ, എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അത് കുരയ്ക്കുക. അപ്പോഴാണ് മകന്റെ മുറയുന്ന ശബ്ദം. പോയി നോക്കുമ്പണ്ട് അവൻ പിറുപിറുക്കുന്നു.
ഏതോ ഒരു ഭാഷയിൽ പിറുവിറുക്കുന്നു. പിച്ചും പേയും പറയുന്നു. അത് ഇംഗ്ലീഷല്ല. ഏതാണ് ഭാഷ എന്ന് മനസ്സിലായില്ല. അമ്മ ടേപ്പ് റെക്കോർഡറിൽ അവൻ പറയുന്നത് റെക്കോർഡ് ചെയ്യും. പെട്ടെന്നാണ് ചെറുക്കൻ കണ്ണു തുറക്കുക. എന്തു പറ്റി? നീ സ്വപ്നം കാണുമായിരുന്നോ എന്ന് അമ്മ ചോദിക്കും. അതിനവൻ പറയും, അതെ, സ്വപ്നം കാണുമായിരുന്നു. പക്ഷേ നല്ല സ്വപ്നമാണ് കണ്ടത്, മോശമല്ല. പിറ്റേന്ന് ഇവൻ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ച് എന്തോ പ്രസന്റേഷന് വർക്ക് ചെയ്യാണ്. അവളുടെ പേര് ഹെയ്ലി എന്നാണ്. നമ്മുടെ പയ്യൻ ആ പെൺകുട്ടിയുടെ കൂടെ നിൽക്കുന്ന ചെക്കനോട് ചെന്നിട്ട് ചോദിക്കും, കുറച്ചു നേരം ഞാൻ ഹെയ്ലിയുടെ കൂടെ വർക്ക് ചെയ്യട്ടെ, നിനക്ക് കുഴപ്പമുണ്ടോ, എന്നെയും കൂട്ടോ? അവൻ പറയും, ഇല്ല, പറ്റില്ല, ഞങ്ങൾ ഓൾറെഡി ഞങ്ങളുടെ വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു, നീ വേറെ ആരെങ്കിലും ചെന്ന് നോക്കിക്കോ. ഈ മറുപടി കേട്ട ചെറുക്കൻ ടെൻഷനായി മെല്ലെ ചെന്ന് സ്റ്റോർ റൂമിൽ നിന്ന് ഒരു വലിയ കനമുള്ള ടൂൾ എടുത്തുകൊണ്ട് വന്ന് ഡാഷ് ഇവിടെ നോക്കടാന്ന് പറഞ്ഞ് അവനെ പൊതിര തല്ലും ആ ഇരുമ്പ് തണ്ടുകൊണ്ട്. ഈ പ്രായത്തിൽ ഇത്രയും വയലന്റ് ആയ ഒരു കുട്ടിയെ ആ സ്കൂളുകാർ പോലും കണ്ടിട്ടില്ല. അവരുടനെ തന്നെ ഒരു സൈക്കാട്രിസ്റ്റിനെ വിളിച്ചു വരുത്തിയിട്ട് ഈ പയ്യനെ ചെക്കപ്പ് ചെയ്യും. അവർ ചില ചിത്രങ്ങളൊക്കെ കാണിച്ചിട്ട് ഇതെന്താണെന്ന് ചോദിക്കുന്നു. ആ പയ്യനെ തല്ലിയപ്പോൾ നീ എന്താണ് ഫീൽ ചെയ്തതെന്ന് ചോദിക്കുന്നു. ആ ചിത്രങ്ങൾ കണ്ടിട്ട് ഇവൻ അത് സ്ത്രീയാണ്, പുരുഷനാണ്, പൂമ്പാറ്റയാണ് എന്നൊക്കെ മാറ്റി പറയും. അത് കണ്ട ആർക്കും എന്താണെന്ന് അറിയില്ല, മനസ്സിലാവില്ല നോർമൽ ആൾക്കാർക്ക്. ഇവൻ എന്തൊക്കെയോ പറയുന്നു. അവൻ എന്തുകൊണ്ടാണ് ഉപദ്രവിച്ചെന്ന് ചോദിക്കുമ്പോൾ അവനെ ഉപദ്രവിച്ചാൽ എന്നെ അവൻ ഉപദ്രവിക്കില്ല എന്ന് ഞാൻ വിചാരിച്ചു. ആരുപദ്രവിക്കില്ല? അത് പറയാൻ എനിക്ക് പേടിയുണ്ട്. എന്നെ ഉപദ്രവിക്കുന്ന ഒരാൾ, അയാൾ എനിക്ക് പേടിയാണ്. അതാരാണെന്ന് അവന് പറയാൻ അറിയുന്നില്ല. സോ ഈ ഡോക്ടർ അമ്മയെ കണ്ടിട്ട് പറയും, അവന് കാര്യമായ എന്തോ ഒരു കുഴപ്പമുണ്ട്. അവന്റെ ബിഹേവിയർ ഒരു നോർമൽ കുട്ടിയുടെ ബിഹേവിയർ അല്ല. പക്ഷെ അവൻ എന്ത് രോഗമാണെന്ന് എനിക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. നമുക്ക് എന്തായാലും കാര്യമായി അവനിലൊരു ചെക്കപ്പ് നടത്താനുണ്ട്. ഇത് കേട്ട അമ്മ തന്റെ കയ്യിലെ മോൻ പിച്ചും പേയും പറഞ്ഞത് റെക്കോർഡ് ചെയ്ത ടേപ്പ് റെക്കോർഡർ ആ ഡോക്ടർക്ക് കൊടുത്തിട്ട് പറയും, മേ ബി ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും, ഇതവൻ രാത്രി പറഞ്ഞ കാര്യങ്ങളാണ്. അത് വാങ്ങിച്ചിട്ട് ഡോക്ടർ, ഞാൻ ചെക്ക് ചെയ്യാം, പക്ഷെ മോനെ കുടുംബത്തിൽ ആരെങ്കിലും ഉപദ്രവിക്കാറുണ്ടോ, അതുകൊണ്ടുള്ള കുഴപ്പമായിരിക്കും അത്, അങ്ങനെ എനിക്ക് സംശയമുണ്ടെന്ന് പറയും. ഇത് കേട്ട അമ്മ വീട്ടിലേക്ക് വന്നിട്ട് അച്ഛനോട് ചോദിക്കും, മോനെ നിങ്ങൾ ഉപദ്രവിക്കുന്നുണ്ടോന്ന്. അപ്പൊ അച്ഛൻ ദേഷ്യപ്പെടുകയാണ് ചെയ്യുക, ഞാൻ എന്റെ മോനെ ഉപദ്രവിക്കുക, എന്നെ കൊണ്ട് എങ്ങനെ കഴിയും? എന്റെ അച്ഛനൊരു മോശപ്പെട്ട ആളായിരുന്നു, അയാൾ എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, പക്ഷെ അതുകൊണ്ട് ഞാൻ എന്റെ മോനെ ഉപദ്രവിക്കോ? നീ എന്തായി പറയുന്നു? അങ്ങനെ അവര് തമ്മിൽ കശപിശ വഴക്കും വർത്താനവും. ഇതെല്ലാം ഈ ചെറുക്കൻ ഉറങ്ങാതെ ഒളിച്ചിരുന്ന് കേൾക്കുന്നുണ്ട്. അന്ന് രാത്രി ഈ പയ്യൻ ഉറങ്ങുന്നുണ്ടോ ഇല്ലയോ എന്ന സംശയത്തോടെ അമ്മ എഴുന്നേറ്റ് വന്ന് നോക്കും. മൈൽസ് ഉറങ്ങിനെയാണ്, കുഴപ്പമൊന്നുമില്ല. സമാധാനത്തോടെ തിരിച്ചു പോകാൻ നിൽക്കുമ്പോഴാണ് ഗോ ഫക്ക് യുവർ സെൽഫ് എന്നീ പയ്യൻ പറയുക. തിരിഞ്ഞു നോക്കുമ്പോൾ മിണ്ടാതെ കിടക്കുന്നു. പെട്ടെന്ന് അവൻ ഞെട്ടി എഴുന്നേക്കും. എന്താ പറ്റിയ മോനെ, എന്താ പറ്റിയത്? മൈൽസ് പറയാണ്, അവൻ എന്റെ തലയ്ക്കകത്തുണ്ട്, എന്തൊക്കെയോ എന്നോട് പറയുന്നു അമ്മേ, എനിക്ക് പേടിയാവുന്നു. അമ്മ മോനെ സമാധാനിപ്പിക്കും. ഈ സമയത്ത് നമ്മൾ നേരത്തെ കണ്ട ഡോക്ടറല്ലേ, ആ ഡോക്ടർ റെക്കോർഡിലെ വോയിസ് കേൾക്കുന്നു. അവർ സംശയപ്പെട്ട് വേറെ ഏതൊരു വലിയ ഡോക്ടറെ വിളിക്കുന്നുണ്ട്. പിറ്റേന്ന് നമ്മുടെ അമ്മേനെയും വിളിച്ചു വരുത്തി അവർ ആ ഡോക്ടറെ അമ്മയ്ക്ക് പരിചയപ്പെടുത്തും. ആ വലിയ ഡോക്ടർ ഈ റെക്കോർഡ് വോയിസ് കേട്ടിട്ട് പറയുക, താങ്കളുടെ മകൻ സംസാരിച്ചത് ഹംഗേറിയൻ ഭാഷയാണ്, അതവൻ പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ഇത് ഹംഗേറിയനിൽ തന്നെ ഒരു പ്രത്യേക ലോക്കൽ ഭാഷയാണ്. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇത് സംസാരിക്കുകയുള്ളൂ. റൊമാനിയൻ ബോർഡറിലാണ് ഇത് സംസാരിക്കുക. അതെങ്ങനെ നിങ്ങളുടെ മകൻ മനസ്സിലാക്കി? ഇനി അവൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയാം. ഷട്ട് അപ്പ് യു ഫിൽത്തി വോർ, യു ഫിൽത്തി ഹോർ, സ്റ്റോപ്പ് ക്രൈയിങ് ഓർ ഐ വിൽ കട്ട് യുവർ ഐസ് ഔട്ട്, ഐ എം ഗോയിങ് ടു വാച്ച് യു ഡൈ എന്നിങ്ങനെ ക്രൂരമായ വാക്കുകളാണ് അവൻ പറഞ്ഞത്. അത് കേട്ട് അമ്മ പറയും, എന്റെ മോനോ, അവനൊരിക്കലും അങ്ങനെ പറയില്ല, അവനറിയില്ല, മറ്റൊരു ഭാഷയും അറിയില്ല, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? അപ്പൊ ആ ഡോക്ടർ ചോദിക്കും, താങ്കളുടെ മകൻ മറ്റു കുട്ടികളുമായിട്ട് നന്നായി ഇടപഴകാറുണ്ടോ? എപ്പോഴെങ്കിലും അവൻ പറഞ്ഞിട്ടുണ്ടോ തന്റെ ബോഡി താൻ മാറിപ്പോയി, തന്റെ ആത്മാവിന് എന്തെങ്കിലും കുഴപ്പമുണ്ട് എന്നിങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവന്റെ ഭക്ഷണ രീതികളിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് അമ്മ ഉത്തരം പറയാൻ അറിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ആ ലേഡി ഡോക്ടർ ചോദിക്കുക, അവര് പറയുക, നിങ്ങൾക്ക് പുനർജന്മത്തിൽ വിശ്വാസമുണ്ടോ? ഇവിടെ അങ്ങനെ ഒരു സബ്ജക്റ്റാണ് നടന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത്. ആ വലിയ ഡോക്ടർ പറയും, ഞാൻ ഇന്ത്യയിൽ വെച്ച് പാഡ്മാൻ എന്നൊരു പയ്യനെ പരിചയപ്പെട്ടു. തന്റെ പഴയ ജന്മത്തിലുള്ള എല്ലാ കാര്യങ്ങളും പ്രിസൈസ് ആയിട്ട് ആ പയ്യന് ഓർമ്മയുണ്ടായിരുന്നു, എവറി ഡീറ്റെയിൽ. നമ്മുടെ എല്ലാ അകത്ത് ആത്മാക്കളുണ്ട്. ആ ആത്മാവും ശരീരവും വ്യത്യസ്തമാണ്. ഈ ആത്മാവിന് തീർക്കാൻ കഴിയാത്ത ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അവർ ഒരു പക്ഷേ മറ്റൊരു ശരീരത്തിലേക്ക് പുനർജനിക്കും. മറ്റൊരു ആത്മാവുള്ള ശരീരത്തിലേക്ക് തന്നെ ചിലപ്പോൾ അവർ പുനർജനിക്കും. അവർ തിരിച്ചു വരുന്നതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. നടക്കാതെ പോയൊരാഗ്രഹം, അത് അവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ചെയ്തു കഴിഞ്ഞാൽ അവർ തിരിച്ചു പോകും. പക്ഷെ അവരെ കൊണ്ടത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർ പുനർജനിച്ച ആ പുതിയ ആത്മാവിന്റെ ശരീരത്തിൽ പൂർണ്ണമായിട്ട് അവർ പ്രവേശിക്കും. ആ ശരീരത്തിന്റെ ഉടമസ്ഥനായ ആത്മാവിനെ അവർ ഡോമിനേറ്റ് ചെയ്ത് ഇല്ലാതാക്കും. ഇത് നാച്ചുറൽ സോളും അൺനാച്ചുറൽ സോളും തമ്മിലുള്ള
ഒരു യുദ്ധമാണ്. ആഗ്രഹം പൂർത്തിയായാൽ അവർ തിരിച്ചു പോയിക്കോളും, അല്ലെങ്കിൽ എന്നേക്കുമായി അവർ നിലനിൽക്കും. ഇതെല്ലാം കേട്ടിട്ട് അമ്മ പറയുക, എന്നെ കൊണ്ട് കഴിയുന്നില്ല, അവൻ എന്റെ മകനാണ്, എനിക്കിതൊന്നും സ്വീകരിക്കാൻ പറ്റില്ല, ഞാൻ തിരിച്ചു പോവാണെന്നും പറഞ്ഞ് അവർ എഴുന്നേറ്റ് പോകാൻ നിൽക്കുമ്പോൾ ഈ ലേഡി ഡോക്ടർ, ദയവ് ചെയ്ത് ഇതിനെ വിട്ടുകളയല്ലേ, ഈ CD ഒന്ന് കാണൂ, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയൂ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞിട്ട് ഒരു CD കൊടുത്തു വിടുന്നുണ്ട്. അന്ന് വൈകുന്നേരം അമ്മ വീട്ടിലേക്ക് വരുമ്പോൾ ഭക്ഷണം കഴിക്കാൻ നേരത്ത്, മോൻ അമ്മയെ നമുക്ക് കണ്ണ് ചിമ്മി കളിക്കാന്ന് പറഞ്ഞ് രണ്ടുപേരും കൈകൾ കോർത്ത് ബ്ലിങ്ക് ചെയ്യുന്ന ഗെയിം കളിക്കുകയാണ്. എന്നാൽ ഈ പയ്യന്റെ സ്പർശനം അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല, എന്തോ ഒരു കുഴപ്പമുള്ളതുപോലെ. നീ അങ്ങനെ എന്നെ തുടരുത് മോനെ, എന്തുകൊണ്ടാണ് നിനക്ക് ഈ സ്വഭാവം എന്നമ്മ ചോദിക്കും. അതിനവൻ മറുപടി പറയുന്നില്ല. ഒരു ഹമ്മിങ് സോങ് പാടാണ്, ഒരു താരാട്ട് പാട്ട്. മോൻ ഈ പാട്ട് എവിടെ നിന്നാണ് പഠിച്ചത്, ആരാണ് പറഞ്ഞു തന്നത്? അപ്പൊ മോൻ പറയും, എന്റെ ചെറുപ്പത്തിൽ അമ്മ ഈ പാട്ടല്ലേ പാടാറ്, അത് കേട്ടല്ലേ ഞാൻ ഉറങ്ങാറ്. അല്ല, ഞാൻ അങ്ങനെ ഒരു പാട്ട് പാടിയിട്ടില്ല, അങ്ങനെ ഒരു പാട്ട് എനിക്ക് അറിയില്ല എന്നമ്മ പറയും. അമ്മയ്ക്ക് പേടിയാവുന്നു. അന്ന് രാത്രി ഈ ഡോക്ടർ തന്ന CD അമ്മ ഭർത്താവിന് കാണിച്ചു കൊടുക്കും. ഒരു പുനർജന്മത്തിന്റെ കഥയാണത്, ഒരു പയ്യൻ പറഞ്ഞ കഥ, അവനുണ്ടായ അനുഭവം, ഇതൊക്കെ കാണിച്ചിട്ടുള്ള CD ആണത്. നമ്മുടെ മകൻ അങ്ങനെ സംഭവിച്ചതായിരിക്കുമോ, എനിക്ക് മനസ്സിലാകുന്നില്ല എന്നും പറഞ്ഞ് അവര് ഭർത്താവിനോട് കരയാണ്. ഭർത്താവ് പറയും, നീ ഇങ്ങനെയുള്ള മണ്ടത്തരത്തിൽ വിശ്വസിക്കരുത്, മന്ത്രവാദത്തെ വിശ്വസിക്കരുത്, നമ്മുടെ മോന് സുഖമില്ല, അത്രയേ ഉള്ളൂ, ചികിത്സിച്ച ഭേദാവും, നമുക്കങ്ങനെ ചെയ്യാം. അയാളെ ഭാര്യയെ സമാധാനിപ്പിക്കുന്നു. അന്ന് രാത്രി ഉറങ്ങാൻ സമയമായി മോനെ, ഇനി കളിക്കല്ലേ, ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് അമ്മ പോകാൻ നിൽക്കുമ്പോൾ ഇവനിൽ പെട്ടെന്നൊരു മാറ്റം, ഇവന്റെ മുഖത്തൊരു മാറ്റം, പെരുത്ത മോന്ത. ഒരു സെക്കൻഡ് പേടിച്ചു പോയി. എന്നാൽ അടുത്ത് പോയി നോക്കുമ്പോണ്ട് ഒരു കുഴപ്പമില്ല. അതങ്ങനെ കഴിഞ്ഞ് പിറ്റേന്ന് ഈ പയ്യൻ സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് ആരും കാണാതെ ഒരു കത്രിക എടുത്ത് തീട്ടുന്നുണ്ട്. അവൻ എന്താ ചെയ്തെന്നറിയില്ല. കാലത്ത് നോക്കുമ്പോൾ, അപ്പൻ നോക്കുമ്പോൾ ഇവരെ പട്ടിക്കുട്ടീനെ കാണുന്നില്ല, ഇവരെ പട്ടീനെ കാണുന്നില്ല. അതിനെ അന്വേഷിക്കാൻ വേണ്ടി അപ്പൻ മോനെയും വിളിച്ചിട്ട് കാറെടുത്ത് ചുറ്റും നടക്കും. പട്ടി ഒരുപാട് ദൂരം പോവില്ലല്ലോ, പിന്നെ എവിടെയാണത് എന്നിങ്ങനെ അപ്പൻ പറയുമ്പോൾ മോൻ ഒരുപക്ഷെ ആ പട്ടിയെ വല്ല കാറ് മേടിച്ചു കാണും, അത് ചത്ത് കാണും. ചാവുന്ന സമയമാവുമ്പോൾ പട്ടികൾ ഏതെങ്കിലും മൂലയിൽ പോയി കൂടാണ് ചെയ്യുക. അവരാരെയും അറിയിക്കില്ല. നമ്മളെല്ലാവരും മരിക്കില്ലേ ഡാഡി, നിങ്ങളും മരിക്കും, ചിലപ്പോൾ നിങ്ങൾ ഇപ്പം മരിക്കും, നിങ്ങളും മരിക്കേണ്ടവനല്ലേ. ഇത് കേട്ട് പെട്ടെന്ന് അപ്പൻ എന്തോ കുഴപ്പം തോന്നി. അങ്ങനെ വണ്ടി നിർത്തി, ഞാൻ നിന്റെ അപ്പനാടാ, എന്നോട് ഇങ്ങനെ സംസാരിക്കരുത് മോനെ എന്ന് പറയുമ്പോൾ മോൻ ചോദിക്കും, അപ്പനാണെങ്കിൽ താൻ എന്നെ ഇടിക്കോ, തൻ്റെ അച്ഛൻ തന്നോട് ചെയ്തതുപോലെ താൻ എന്നെ ഇടിക്കോ? തൻ്റെ അച്ഛൻ മോശക്കാരനായിരുന്നു, വളരെ മോശം, വൃത്തികെട്ടവൻ. അയാളുടെ കൂടെ താൻ എങ്ങനെയാണ് ജീവിച്ചത്? അയാളുടെ കൂടെ ജീവിച്ച താൻ ഒരു നല്ല അപ്പനാവാൻ തനിക്ക് കഴിയോ? ഇതെല്ലാം കേട്ട് അപ്പൻ ഷോക്കായി പോവാണ്. അങ്ങേര് വീട്ടിൽ വന്ന് ഭാര്യയോട് ചോദിക്കും, നീ എന്തൊക്കെയാണ് എൻ്റെ മകനോട് പറഞ്ഞു കൊടുത്തത്? അവനെങ്ങനെ ഇതെല്ലാം അറിയാം? എൻ്റെ അച്ഛനെക്കുറിച്ച് അവനെങ്ങനെ അറിയാം? അമ്മ പറയും, എനിക്കറിയില്ല അവനെങ്ങനെ ഇതെല്ലാം മനസ്സിലാക്കിയെന്ന്. അപ്പോഴാണ് അച്ഛൻ ശ്രദ്ധിക്കുക, ഇവരുടെ മുറിയിലുണ്ടായിരുന്ന ഫാമിലി ഫോട്ടോയ്ക്ക് പുറകിലായിട്ടൊരു ക്യാമറ വെച്ചിട്ടുണ്ട്, സ്പൈ ക്യാമറ. അത് മോനാന്ന് അപ്പന് മനസ്സിലായി. അങ്ങേര് ദേഷ്യപ്പെട്ട് മകന്റെ മുറി വന്ന്, നീ എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്? ഇതൊക്കെ കളിയാണെന്ന് വിചാരിച്ചോ? അങ്ങേര് ദേഷ്യപ്പെടാൻ നേരം അമ്മ അങ്ങേരെ പിടിച്ചു മാറ്റും. പുള്ളിക്കാരനെ ഇറങ്ങിപ്പോകും. ഇപ്പൊ ഏതോ കൂട്ടുകാരന്റെ വീട്ടിൽ ചെന്നിരിക്കുകയാണ്, തല പെരുത്ത് ടെൻഷനായതുകൊണ്ട്. അമ്മയും മോനും മാത്രമേ വീട്ടിലുള്ളൂ. അമ്മ മോനെ കുളിപ്പിക്കുകയായിരിക്കും. അവർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. മോൻ അമ്മയോട് ചോദിക്കും, അമ്മേ എനിക്ക് എന്താണ് കുഴപ്പം? ചില സമയത്ത് ഞാൻ എൻ്റെ ശരീരം വിട്ടുപോകുന്നു. രാത്രി സമയങ്ങളിലാണ് കൂടുതൽ അങ്ങനെ സംഭവിക്കുക. ഞാൻ എന്തൊക്കെയോ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ, എൻ്റെ ആത്മാവ് എന്നിലില്ലാത്ത പോലെ, ഇങ്ങനെ എന്തൊക്കെയോ മോൻ പറയുന്നുണ്ട്. അന്ന് രാത്രി അമ്മ എഴുന്നേറ്റ് മോന്റെ മുറിയിലേക്ക് ചെല്ലാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കോറിഡോറിൽ ഒരറ്റത്ത് ഈ പയ്യൻ നിൽക്കുന്നു, പേടിച്ചിട്ട്. മോനെ അടുത്തു വാ. എന്താ പറ്റിയേ? അമ്മയുടെ അടുത്ത് വാടാ, പേടിക്കാതെ അടുത്ത് വാടാന്ന് പറഞ്ഞ് അമ്മ വിളിക്കുമ്പോ ഇവൻ ഓടി വരുവാണ്. പൊന്നെ, വലിയ രൂപമായിട്ട് മാറി. ഞെട്ടി അവരെഴുന്നേക്കുമ്പോ കണ്ടത് സ്വപ്നമായിരുന്നു. പക്ഷെ ഈ ചെറുക്കം മുന്നിൽ നിൽപ്പുണ്ട്. എന്തു പറ്റി അമ്മേ? പേടി സ്വപ്നം കണ്ടതാണോ? എനിക്കും പേടിയാവുന്നു, ഞാൻ അമ്മയുടെ കൂടെ കിടക്കാണെന്നും പറഞ്ഞ് ഇവൻ ഓടി വന്ന് അമ്മയുടെ അടുത്ത് കിടക്കും. എന്നിട്ട് അമ്മയുടെ ചുമലിൽ തൊട്ടിട്ട്, അമ്മേ ഞാൻ എന്ത് ചെയ്താലും അമ്മ എന്നെ വെറുക്കില്ലല്ലോ, അമ്മയ്ക്ക് എന്നോട് സ്നേഹമല്ലേ? അത് കേട്ട് അമ്മ പറയും, അതെ, ഞാൻ എന്നും നിന്നെ സ്നേഹിക്കുകയുള്ളൂ, ഞാൻ നിന്റെ അമ്മയാണ്. അമ്മ ഇതുവരെ പറഞ്ഞു തീരുന്ന സമയം കുറെ ഈച്ചകൾ ഇവരുടെ മുറിയിലേക്ക് വരുന്നുണ്ട്. ഇതെവിടുന്നാണ് വന്നതെന്നറിയാൻ വേണ്ടി ആ ഈച്ചകളുടെ പുറകിൽ പോകും അമ്മ. ചെന്ന് നോക്കുമ്പോ ബേസ്മെന്റിൽ നിന്നാണ് ഈ ഈച്ചകൾ വന്നിരിക്കുന്നത്, ഒരുപാട് ഈച്ചകൾ. അവര് വീണ്ടും അകത്ത് പോവാണ്. ബേസ്മെന്റിന് താഴെയായി ചോര കട്ട പിടിച്ച് കിടക്കുന്ന നിലത്ത് കുറെ പുഴുക്കളുണ്ട്. ആ രക്തം ഒഴുകി വന്നിരിക്കുന്നത് അടഞ്ഞു കിടക്കുന്ന ടൂൾസ് കബേർഡിനകത്ത് നിന്നാണ്. അവരത് തുറക്കാൻ ശ്രമിക്കുമ്പോൾ ഈ പയ്യൻ ചുറ്റികയും കൊണ്ട് പുറകെ വരുന്നു, അമ്മയുടെ പുറകെ. എന്താണ് അവൻ ചെയ്യാൻ പോണേന്ന് പറഞ്ഞ് പേടിച്ചിരിക്കുമ്പോൾ ഈ പയ്യൻ ചുറ്റിക കൊണ്ടുവന്നിട്ട് അമ്മയുടെ കയ്യിൽ കൊടുക്കും. അമ്മേ ഇതുപയോഗിച്ച് തുറന്നു നോക്കൂ. അമ്മ ചുറ്റിക ഉപയോഗിച്ചിട്ട് കബേർഡ് തുറന്നു നോക്കുകയാണ്. അതിനകത്തൊരു കത്രികയും അതാൽ കുത്തപ്പെട്ട് ചത്തു കിടക്കുന്ന അവരുടെ പട്ടിയും. മോൻ കരയാൻ തുടങ്ങും, ഇത് ഞാനാണ് ചെയ്തത്, ഇതെന്റെ തെറ്റാണ്, എനിക്കറിഞ്ഞില്ല, എന്തുകൊണ്ട് ഞാനിങ്ങനെ ചെയ്തു എന്നെനിക്കറിയില്ല, ഇതെന്റെ തെറ്റാണ് എന്ന് പറഞ്ഞ് മോൻ കരയും. അപ്പൊ അമ്മ അവനെ സമാധാനിപ്പിച്ച്, മോൻ പേടിക്കാതെ,
മോനെ ചികിത്സിക്കാനുള്ള സ്ഥലത്ത് ഞാൻ കൊണ്ടുപോകാം, എല്ലാം ശരിയാവും. അവരെന്റെ മോനെ നല്ല അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരും, മോൻ പേടിക്കണ്ട. പിറ്റേന്ന് അമ്മ മോനെയും വിളിച്ചുകൊണ്ട് ആ വലിയ ഡോക്ടറെ കാണാൻ ചെല്ലുന്നു. ഡോക്ടർ പറയും, ഞാൻ അവനെ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന സമയത്ത് ആരും അവന്റെ കൂടെ പാടില്ല, അമ്മ പുറത്ത് വെയിറ്റ് ചെയ്യും, ഞാൻ അവനോട് സംസാരിക്കട്ടെ എന്നും പറഞ്ഞ് ഡോക്ടർ അവനെ കൊണ്ടുവന്ന് ഒരു ചാഞ്ചാടി ആടി മണി കാണിച്ചിട്ട് അതിൽ കുറെ നേരം നോക്കാൻ പറയും. എന്നിട്ട് അവന്റെ ബോധം നഷ്ടപ്പെട്ടു പോകുന്ന സമയത്ത്, ഇപ്പൊ ഞാൻ മൈൽസിനോടല്ല സംസാരിക്കുന്നത്, മൈൽസിന്റെ ശരീരത്തിലുള്ള താൻ ആരാണെന്ന് പറയൂ, താൻ എന്തിനാണ് മൈൽസിന്റെ ശരീരത്തിലേക്ക് വന്നത്, താൻ എന്തുകൊണ്ടാണ് ഹംഗേറി സംസാരിച്ചത്. അപ്പൊ ആ പയ്യൻ പറയും, എന്റെ പാരന്റ്സ് ഹംഗേറിയൻ കൃഷിക്കാരാണ്, അവർ ഓഹിയോയിലേക്ക് കുടിയേറി വന്നവരാണ്, അതുകൊണ്ടാണ് ഞാൻ ഹംഗേറിയൻ സംസാരിച്ചത്. അപ്പൊ ഡോക്ടർ ചോദിക്കും, നിന്റെ പേരെന്താണ്, നിന്റെ പേര് പറയൂ, നീ ആരാണ്, എന്തിനാണ് വന്നത്. അത് കേട്ട് ചെറുക്കൻ പറയും, എന്റെ പേര് മൈൽസ് എന്നാണ്, ഞാനിപ്പോ മൈൽസ് ആണ്. ആ ആത്മാവ് സ്വന്തം പേര് പറയുന്നില്ല. ഡോക്ടർ വീണ്ടും വീണ്ടും ആഴത്തിൽ ചോദിക്കും, പറയ്, നിന്റെ ശരിക്കുള്ള പേര് പറയ്, എന്തിനു മടി കാണിക്കുന്നു, നീ ഭീരുവാണോ, പറയ്. വീണ്ടും വീണ്ടും പേര് ചോദിക്കുമ്പോൾ പയ്യൻ അസ്വസ്ഥനാവാൻ തുടങ്ങും. വിറച്ച് കലിതുള്ളി അവൻ ഒച്ച വയ്ക്കും. അടുത്ത നിമിഷം അവൻ ശാന്തനായിട്ട് പറയും, നിങ്ങളുടെ ബാത്റൂമിൽ ഒരുപാട് മരുന്നുകൾ ഞാൻ കണ്ടല്ലോ. ഒരു പ്രായപൂർത്തിയാകാത്ത പയ്യന് നിർബന്ധപൂർവം മരുന്ന് കഴിപ്പിച്ചാൽ അത് ശിക്ഷാർഹമാണെന്ന് നിങ്ങൾക്കറിയില്ലേ. ഒരുപക്ഷെ ഈ പയ്യന്റെ അമ്മയോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ എന്നെ ഉറക്കിക്കിടത്തി എന്നെ പീഡിപ്പിച്ചു എന്ന്. പോലീസ് എന്റെ രക്തത്തിൽ ഡ്രഗ്സിന്റെ അംശം കണ്ടെത്തിയാലോ, ആ ഡ്രഗ് നിങ്ങളുടെ ക്യാബിനിലാണെന്ന് അവർക്ക് മനസ്സിലായാലോ, എന്റെ വായിൽ നിന്നും തന്റെ ശരീരത്തിലെ രോമം അവർക്ക് കണ്ടുകിട്ടിയാലോ, അവരെന്താണ് ധരിക്കുക. ഇത് കേട്ട് ഡോക്ടർ പേടിക്കും, നീ ഒരു മോൺസ്റ്റർ ആണല്ലോ. അപ്പൊ പയ്യൻ ചിരിച്ചിട്ട് ഞാനൊന്ന് വിരൽ ഞൊടിക്കുമ്പോ മൈൽസ് ഈ ശരീരത്തിലേക്ക് തിരിച്ചു വരും. താൻ സാറയോട് പറയണം, എനിക്കൊരു കുഴപ്പമില്ലാന്ന്, തനിക്ക് തെറ്റ് പറ്റിയതാണെന്ന് പറയണം, ഇനി നമ്മൾ ഒരിക്കലും കാണാൻ പാടില്ല, മനസ്സിലായോ എന്ന് പറഞ്ഞിട്ട് കൈകൊണ്ട് അവനൊന്ന് ഞൊടിക്കുകയാണ്. പയ്യൻ പഴയ പോലെയായി. ഡോക്ടർ അമ്മയുടെ അടുത്ത് വന്നിട്ട് പറയും, എനിക്കൊരു തെറ്റ് പറ്റിയതാണ്, പയ്യനൊരു കുഴപ്പമില്ല, നിങ്ങൾ അവനെ വീട്ടിലേക്ക് വിളിച്ചിട്ട് പോയിക്കോളൂ. അമ്മ എന്താ ഡോക്ടർ ഇങ്ങനെ പറയണേ എന്ന് ചോദിക്കുമ്പോൾ, എനിക്കിനി മറ്റൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് അയാളെ തിരിച്ചു പോകും. പക്ഷെ തിരിച്ചു വന്നു കഴിഞ്ഞിട്ടാണ് പുള്ളി ഈ പയ്യൻ ഇരുന്ന സോഫയിൽ അവൻ നഖം കൊണ്ട് മാന്തി പറിച്ച് അവന്റെ പേരെഴുതി വെച്ചിരിക്കുന്നത് കാണും. അമ്മയും മോനും വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ ആ ചത്ത് കിടക്കുന്ന പട്ടീനെ കണ്ടിട്ട് അച്ഛൻ പറയും, അവൻ ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല, ഞാനൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്, അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ്, നമുക്ക് മോനെ അവിടെ കൊണ്ടുപോയി വിടാം, അവര് നോക്കിക്കോളും, അവര് കെയർ ചെയ്തോളും, അവന്റെ മാനസിക നില ശരിയാവുമ്പോൾ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. അത് കഴിഞ്ഞ് ഇവര് രാത്രി കിടക്കുമ്പോഴാണ് നമ്മുടെ മൂത്ത ഡോക്ടർ അമ്മയെ വിളിക്കുന്നത്. താൻ എത്രയും പെട്ടെന്ന് തന്റെ കമ്പ്യൂട്ടറിലേക്ക് പോകണം, ഞാനൊരു മെയിൽ അയച്ചിട്ടുണ്ട്, മൈൽസ് ഇത് അറിയരുത്. അമ്മ എത്രയും പെട്ടെന്ന് ലാപ്ടോപ്പ് എടുക്കും, അതിൽ സ്കർക്ക എന്ന പേര്, ആ പേര് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് നോക്കാൻ പറയും. അയാളുടെ കണ്ണുകൾ വ്യത്യസ്തമാണ്, 2 നിറമുള്ള കണ്ണുകൾ, നമ്മുടെ മൈൽസിന്റെ അതേപോലെ. അയാൾ മരിച്ച അതേ ദിവസമാണ് മൈൽസ് ജനിച്ചിരിക്കുന്നത്. ഏകദേശം അതേ സമയത്ത് ഇയാൾ 9ഓളം സ്ത്രീകളെ കൊന്നിട്ടുണ്ട്. എല്ലാവരുടെയും കൈപ്പത്തി വെട്ടിയ ശേഷമാണ് അവരെ കൊന്നിട്ടുള്ളത്. കൈപ്പത്തികളെല്ലാം തന്റെ ട്രോഫികളായി അയാൾ വീട്ടിൽ സൂക്ഷിച്ചിരുന്നു. അവസാനം കൊല്ലാൻ ശ്രമിച്ച പെണ്ണാണ് രക്ഷപ്പെട്ട് ഓടിയത്. അതാണ് നമ്മൾ പടത്തിന്റെ ആദ്യം കണ്ടത്. അന്നേ ദിവസം അയാൾ മരണപ്പെടുകയും ചെയ്തു, പോലീസുകാരാൽ കൊല്ലപ്പെട്ടു. അവന്റെ പേരാണ് സോഫയിൽ മോനിരുന്നപ്പോൾ ഞാൻ കണ്ടത്. അവന്റെ ആത്മാവാണ് മോനിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത്. അവൻ എന്തിനാണ് വന്നിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കണം. ഈ കോള് കേട്ടുടനെ അമ്മ അച്ഛനെ കണ്ടിട്ട് പറയും, നമുക്ക് നാളെ തന്നെ മോനെ ആ പ്രത്യേക സ്ഥലത്തേക്ക് കൊണ്ടുപോകണം, നമുക്കവനെ രക്ഷപ്പെടുത്തണം. പിറ്റേന്ന് മോൻ സ്കൂളിൽ പോയി കഴിയുമ്പോൾ അവനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞിട്ട് അമ്മ അച്ഛനോട് പറയും, അവന്റെ തുണിയെല്ലാം പാക്ക് ചെയ്ത് അവര് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് മോനെ കൊണ്ടുപോകണം. പുറകെ തന്നെ അമ്മ വരും. അവനത് അറിയാൻ പാടില്ല, അതുകൊണ്ടാണ് ആദ്യമേ അവനെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നത്. സ്കൂളിലേക്ക് പറഞ്ഞു വിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അച്ഛൻ വന്ന് അവനെ വിളിക്കും, വീട്ടിലൊരു എമർജൻസി ഉണ്ടെന്ന് പറയും. പക്ഷെ ആദ്യം അവൻ വരാൻ കൂട്ടാക്കുന്നില്ല, അവനറിയാം എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന്. അച്ഛൻ അവനെ നിർബന്ധിക്കുകയാണ്, വരൂ മൈൽസ്, നമുക്ക് പോകാനുണ്ട്. ഈ സമയത്ത് അമ്മ വീട്ടില് കബേഡിന് താഴെയായി മൈൽസ് ഒളിച്ചു വെച്ചിരിക്കുന്ന ചില പേപ്പർ കട്ടിങ്ങുകൾ കണ്ടുപിടിക്കും. അതിൽ ഈ കില്ലർ അവസാനമായി കൊല്ലാൻ ഉദ്ദേശിച്ച പെണ്ണിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. സോ അവളെ കൊല്ലണം എന്നതായിരുന്നു അവന്റെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ടാണ് അവൻ തിരിച്ചു വന്നിരിക്കണേന്ന് അമ്മ മനസ്സിലാക്കി. ഈ സമയത്ത് അച്ഛൻ മോനെയും കൊണ്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോവാണ്. മോനെ, ഞാൻ നിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്, അവിടെയുള്ളവർ നിന്നെ നോക്കും, നിന്റെ എല്ലാ കുഴപ്പങ്ങളും ശരിയാക്കും. അച്ഛനും അമ്മയ്ക്കും വിഷമമുണ്ട്, എന്നാലും ഇപ്പൊ ഇതാണ് ശരി, നമുക്കത് ചെയ്തേ തീരൂ എന്നിങ്ങനെ അപ്പൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങേരെ സീറ്റ് ബെൽറ്റ് ആരോ കട്ട് ചെയ്ത് കളയും. എന്താ പറ്റിയെന്നറിയാതെ പുള്ളി തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഈ ചെറുക്കന്റെ കയ്യിൽ ഒരു വലിയ കത്രിക കാണുന്നത്. എന്തേലും ചെയ്യുന്നതിന് മുന്നേ തന്നെ അവൻ അപ്പനെ കുത്തിക്കഴിഞ്ഞു ആ കത്രിക കൊണ്ട്. നിയന്ത്രണം വിട്ട കാറ് വലിയൊരു മരത്തിൽ ചെന്നിടിക്കും. അച്ഛൻ ആശുപത്രിയിലായി കഴിഞ്ഞിട്ടാണ് അമ്മ അച്ഛനെ ഒന്ന് കാണുന്നത്. അദ്ദേഹം വളരെ സീരിയസ് ആണ്, ജീവൻ തിരിച്ചു കിട്ടുമോ എന്ന് പോലും സംശയമാണ്. അമ്മ എന്റെ മോൻ എവിടെയെന്ന് ചോദിക്കും. അവനെ മറ്റൊരു മുറിയിലാണ് കിടത്തിയിരിക്കണമെന്ന് ഡോക്ടർമാര് പറയും. അപ്പൊ അമ്മ ഭർത്താവിന്റെ അടുത്ത് ചെന്നിട്ട് പറയാണ്, എനിക്കറിയാം, അവനെ രക്ഷപ്പെടുത്താനുള്ള വഴി എനിക്കറിയാം, അത് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ മോനെ
തിരിച്ചു കിട്ടുള്ളൂ. ഞാനത് ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് അമ്മ മോന്റെ അടുത്ത് ചെന്ന്, എനിക്ക് നിന്നെ രക്ഷപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നറിയാം മോനെ, എന്റെ കുടവായോ, നമുക്കൊരിടം വരെ പോവാനുണ്ട് എന്ന് പറഞ്ഞ് അവനെ കാറിൽ കയറ്റി അവനൊരു ഗുളികയും കഴിക്കാൻ കൊടുക്കും അമ്മ. അതൊരു സ്ലീപ്പിംഗ് പിൽസാണ്, അവൻ ഉറങ്ങട്ടെ, അവനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് അമ്മ മരുന്ന് കൊടുക്കുന്നത്. എന്നിട്ട് അവനെയും വണ്ടിയിൽ കയറ്റി ദൂരെ ഒരു ഗ്രാമത്തിലേക്ക് ചെല്ലുന്നു. മറ്റെങ്ങുമല്ല, ആ കില്ലർ അവസാനമായിട്ട് കൊല്ലാൻ ഉദ്ദേശിച്ച ആ പെണ്ണിന്റെ വീട്ടിലേക്ക്. ആ പെണ്ണ് നടന്ന സംഭവങ്ങളെല്ലാം തന്നെ ഒരു പുസ്തകമായി എഴുതിയിരുന്നു. ഞാൻ ആ പുസ്തകം വായിച്ചിട്ടാണ് നിങ്ങളെ കാണാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് അമ്മ വീടിനകത്തേക്ക് കയറും. എന്നിട്ട് അവരുമായിട്ട് സംസാരിക്കുന്നു. എന്താ പറ്റിയത്? ആ പുസ്തകം വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ വന്നത് എന്ന ലേഡി ചോദിക്കുമ്പോൾ അമ്മച്ചി പറയും, എന്റെ മകനുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഞാൻ നിങ്ങളെ കാണാൻ വന്നത്. അപ്പൊ ലേഡി, നിങ്ങളുടെ മകനോ? അവൻ എത്ര വയസ്സുണ്ട്? 8 വയസ്സ്. 8 വയസ്സോ? എനിക്കിഷ്ടമായിരുന്നു എന്റെ മകനെ. ആ പ്രായത്തില് ഒരുപാട് ലാളിച്ചാണ് ഞാൻ അവനെ വളർത്തിയത്. ഇപ്പൊ വലിയ പയ്യനായി, കോളേജിൽ പഠിക്കുകയാണ്. ഒരു ഗേൾഫ്രണ്ട് ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ അമ്മച്ചി, നിങ്ങൾക്ക് മകനുണ്ടോ? നിങ്ങൾക്കൊരു കുടുംബം ഉണ്ടായിരുന്നു, ഞാനത് അറിഞ്ഞിരുന്നില്ല, എന്നോട് ക്ഷമിക്കും, എനിക്കൊന്ന് ബാത്റൂം യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അമ്മ ബാത്റൂമിലേക്ക് വരും. അവർക്ക് മനസ്സില്ല, എന്നാലും ഇത് ചെയ്തേ തീരൂ. ഇറങ്ങിപ്പോയാലോ എന്ന് ആദ്യം അവർ വിചാരിച്ചാണ്. കാരണം ഒരു കുഞ്ഞിന്റെ അമ്മയല്ലേ, അവരെ കൊല്ലാൻ മനസ്സ് വന്നില്ല. എന്നാലും തന്റെ മകനെ രക്ഷപ്പെടുത്തണമെങ്കിൽ വേറെ വഴിയില്ല എന്ന് പറഞ്ഞിട്ട് അവര് തോക്കും ചൂണ്ടി ആ ലേഡിക്ക് അടുത്തേക്ക് വരും. ഒന്നും മിണ്ടുന്നില്ല, അമ്മ ഒന്നും പറയുന്നില്ല. ആ ലേഡി പേടിക്കുകയാണ്. എന്തു പറ്റി? എന്തിനാണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നത്? അരുത് അരുത്. അമ്മ തോക്ക് ചൂണ്ടുമെങ്കിലും അവരെ കൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, എന്നെ കൊണ്ട് കഴിയുന്നില്ല എന്ന് പറഞ്ഞ് അവര് തോക്ക് മാറ്റിവെച്ച അടുത്ത നിമിഷം ഈ ലേഡിക്ക് അരികിൽ നിന്നും ഒരു ശബ്ദം, നീ എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത്, ബ്ലോ ഓർ ഹേസൽ? ബ്ലോ ഓർ ഹേസൽ എന്ന് ചോദിച്ചിട്ട് മൈൽസ് ഒരു വലിയ കത്തി എടുത്ത് കാണിക്കുന്നു. ആ ചോദ്യം കേട്ട് ലേഡി ഞെട്ടിപ്പോകും. ഇത് അയാൾ എന്നോട് ചോദിച്ച അതേ ചോദ്യമാണല്ലോ, നീ ആരാണ്? അതിനുത്തരം പറയാതെ മൈൽസ് ആ പെണ്ണിനെ ഒരൊറ്റ കുത്ത്. ആ പെണ്ണ് വീണ് കഴിഞ്ഞു. തടുക്കാൻ നോക്കിയ അമ്മയുടെ കാലൊടിയും ചെയ്തു. ഇവൻ ആ പെണ്ണിന്റെ മേത്ത് കയറി വയറ് കുറുകെ കീറിക്കളയും. ഒരിക്കലും കഴിയാത്ത വിധത്തിൽ അവളെ അവൻ കൊന്നുകളഞ്ഞു. നീ എന്നെ തനിച്ചു വിട്ട് പോകരുതായിരുന്നു മാർഗരറ്റ് എന്നവൻ പറയും. എന്നിട്ട് മിണ്ടാതെ ഡോറും തുറന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. അമ്മയ്ക്ക് നിസ്സഹായമായിട്ട് ഇരിക്കാനേ കഴിഞ്ഞുള്ളൂ. പയ്യൻ ഇറങ്ങിപ്പോയതിനു ശേഷം അമ്മ അവന് പുറകെ ഓടിച്ചെല്ലും. എന്നിട്ട് അവനോട് പറയും, നീ എന്തിനാണോ വന്നത് അത് നിനക്ക് കിട്ടിക്കഴിഞ്ഞു, ഇനി എനിക്ക് എന്റെ മകനെ തിരിച്ചു തായോ. അപ്പൊ മൈൽസ് എഴുന്നേറ്റിട്ട്, തന്റെ മകനോ? അവൻ എപ്പോഴേ പോയി കഴിഞ്ഞു. എനിക്കറിയായിരുന്നു നീ എന്നെ ഇവളുടെ അടുത്ത് വിളിച്ചോണ്ട് വരുമെന്ന്. അതുകൊണ്ട് ഇത്രയും കാലം ഞാൻ നിന്റെ മകനായിട്ട് അഭിനയിക്കുകയായിരുന്നു. അവൻ പോയി, അവൻ എന്നേ പോയി. തിരിച്ചു വരാൻ പറ്റാത്തത്രയും ദൂരം അവൻ പോയി കഴിഞ്ഞു. ഇത് കേട്ട അമ്മ, ഞാൻ അനുവദിക്കില്ല. എന്റെ മകനെ കൈക്കലാക്കാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല. അവന്റെ ശരീരം കൈക്കലാക്കാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല എന്നും പറഞ്ഞ് തോക്കെടുത്ത് ചൂണ്ടി വെടിവെക്കാൻ നിൽക്കുമ്പോ പെട്ടെന്ന് ദൂരെയെന്ന്, കുറച്ചകലെയെന്ന് മറ്റാരോ അവളെ വെടിവെക്കും. ഒരു കൊച്ചു പയ്യനെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്ന പേരിലാണ് ഒരു പാവ അപ്പൂപ്പൻ നമ്മുടെ അമ്മ ലേഡീനെ ഷൂട്ട് ചെയ്തത്. മൈൽസ് ഓടിച്ചെന്ന് അയാളെ കെട്ടിപ്പിടിക്കും. അവരെന്നെ കൊല്ലാൻ നോക്കി എന്ന് പറഞ്ഞ് കരയാവൻ അഭിനയിക്കുക. ഇനി അമ്മയ്ക്കൊന്നും ചെയ്യാനില്ല. നോന്ന് പറഞ്ഞ് അവര് മരണപ്പെട്ട് കഴിഞ്ഞു. അവിടുന്ന് സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താൽ പാരന്റ്സിന് നഷ്ടപ്പെട്ട മൈൽസിനെ പുതിയൊരു കുടുംബം ദത്തെടുക്കുന്നു. ആ വീട്ടിലെ സ്ത്രീ തന്റെ കൈ നീട്ടി മൈൽസിനെ സ്വീകരിക്കുകയാണ്. ആ കൈ കാണുമ്പോൾ അവന് സന്തോഷാവുന്നു. അവൻ വെട്ടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന അടുത്തൊരു കൈയായിട്ട് അവന് തോന്നിയതായിരിക്കാം. അവന്റെ വേട്ട ഇനിയും തുടരുമോ? ചെറിയ രൂപത്തിലെ വലിയ മനുഷ്യൻ. അവിടെ വെച്ച് ദ പ്രോഡിജി എന്ന സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ട്? നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കാണുന്നത് വരെ, until then it's bye from ഒരു കഥ.